ചൈനയുടെ ആണവ സൈനിക മുന്നേറ്റം യുഎസിന് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ആണവായുധ മത്സരത്തിൽ ചൈന യുഎസിനെ മറികടക്കാൻ കുതിക്കുന്നു. 2030 ബീജിങ്ങിന് 1000 ആണവ പോർമുനകൾ വരെ സ്വന്തമായേക്കാമെന്ന് വാഷിംഗ്ടണിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അപകട മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ചൈന അതിന്റെ സൈന്യത്തെ വൻതോതിൽ ശക്തിപ്പെടുത്തി വരികയാണ്. ഇത് കേവലം പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമല്ല, യുഎസ് ആധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള ചൈനയുടെ ഒരു ശ്രമം കൂടിയാണിത്. ഏറ്റവും പുതിയ യുഎസ് രഹസ്യാന്വേഷണ പെന്റഗൺ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈന ഇതിനകം 600 പ്രവർത്തനക്ഷമമായ ആണവ പോർമുനകൾ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു. കൂടാതെ 2030 1000 എന്ന ലക്ഷ്യത്തോടെ അതിന്റെ ശേഖരം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ചൈന ഒരു സമ്പൂർണ്ണ ആണവ ത്രിതല ശേഷി, അതായത് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തിൽ നിന്നും ആണവ മിസൈൽ വിടാൻ കഴിയുന്ന ശേഷി ഇതിനോടകം തന്നെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ആ ഒരു ശേഷി. അടുത്തിടെ ബീജിംഗിൽ നടന്ന ഒരു സൈനിക പരേഡിൽ ദീർഘദൂര ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ ചൈന പ്രദർശിപ്പിച്ചിരുന്നു. അമേരിക്കയുടെ ഏത് പ്രദേശത്തും ഒരു ആണവ ബോംബിടാൻ ഈ മിസൈലുകളിലൂടെ ചൈനയ്ക്ക് സാധിക്കും. ഇതിന് സമാന്തരമായി ചൈന അതിന്റെ പരമ്പരാഗത സൈനിക ശക്തിയും വർദ്ധിപ്പിക്കുകയാണ്. ചൈനയുടെ പ്രതിരോധ ബഡ്ജറ്റ് കുതിച്ചുയർന്നു. $250 ബില്യൺ ഇപ്പോൾ അത് വന്ന് എത്തി നിൽക്കുകയാണ്. അമേരിക്കയുടെ പ്രതിരോധ ബഡ്ജറ്റ് ഇതിന്റെ 3 ഇരട്ടി ആണെന്നുണ്ടെങ്കിലും സ്ഥിതികൾ ആശങ്കാജനകം തന്നെയെന്ന് വാഷിംഗ്ടൺ പറയുന്നു. യുഎസ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 2027 തായ്വാനെ പിടിച്ചെടുക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. തായ്വാനിലെ അമേരിക്കൻ ഇടപെടലിനെ തടയാനോ പ്രതിരോധിക്കാനോ വേണ്ടിയാണ് ചൈന ഈ ആണവ സൈനിക തയ്യാറെടുപ്പ് എടുക്കുന്നത് എന്ന് ഉന്നത യുഎസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. തായ്വാനെ പിടിച്ചടക്കാനുള്ള ചൈനയുടെ അഭിലാഷം പുതിയ ഒരു കാര്യമല്ല. ഷീ ജിൻപിങ് ഈ അധിനിവേശത്തെ അനിവാര്യം എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കുകയും അത് നേടുന്നതിന് ബലം പ്രയോഗിക്കാനുള്ള അവകാശം ചൈനയ്ക്ക് ഉണ്ടെന്ന് ആവർത്തിച്ച് ഉള്ള പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട്. 2012 മുതൽ ഷീ ജിൻപിങ് ചൈനയുടെ സൈന്യത്തിനുള്ളിൽ ഒരു തീവ്രമായിട്ടുള്ള അഴിമതി വിരുദ്ധ പരിഷ്കരണം തന്നെ നടത്തുകയും അത് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും പ്രതിരോധ മേഖലയിൽ സുസ്ഥിരത ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം തായ്വാനെ തിരിച്ചുപിടിക്കുന്നത് ഒരു ഭൂരാഷ്ട്രതന്ത്രപരമായിട്ടുള്ള ലക്ഷ്യം മാത്രമല്ല, ഇത് ദേശീയ പുനരുജ്ജീവനത്തെ കുറിച്ചുള്ള ചൈനയുടെ ഒരു പാരമ്പര്യ ദൗത്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. CNN റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ മിസൈൽ ഉൽപാദനം 60% വർദ്ധിച്ചിരിക്കുകയാണ്. സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ചിട്ട് അവർ പറയുന്നുണ്ട്. അതായത് 100 കണക്കിന് ഏക്കറുകളോളം ഗ്രാമപ്രദേശങ്ങൾ തുടച്ചു നീക്കി അവിടെയെല്ലാം മിസൈൽ ഫാക്ടറികളും ലോഞ്ച് പാഡുകളും ബങ്കറുകളും ആണവ പോർമുനകളുടെ ഒക്കെ ഉൽപാദനമൊക്കെ അതിവേഗത്തിൽ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചൈന. ഇതൊക്കെ ആണെങ്കിലും ചൈനയുടെ പ്രതിരോധ സേനയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ചൈനയുടെ അവസാനത്തെ പ്രധാന യുദ്ധപരിചയം എന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1979 അന്ന് വിയറ്റ്നാമിനോട് ചൈന തോറ്റോടിയിരുന്നു. ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂർ അവസരം ലഭിച്ചതുപോലെയുള്ള യഥാർത്ഥ പോരാട്ട പരീക്ഷണങ്ങൾ ലഭിക്കാത്തത് ഒരുപക്ഷെ ചൈനയ്ക്ക് നിലച്ചിരിക്കാതെ ഒരു തിരിച്ചടി ആയേക്കാമെന്നും യുദ്ധ വിശകലനകർ കരുതുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.